മലകൾ തലകുനിച്ച മഹാസിദ്ധൻ. കാലത്തിന്റെ മഞ്ഞുമൂടിയ പാതകളിലൂടെ നടന്നുപോയ മഹാന്മാരിൽ ചിലർ ഇന്നും കഥകളിൽ ജീവിക്കുന്നു. ചിലർ ശാസ്ത്രങ്ങളിൽ, ചിലർ പുരാണങ്ങളിൽ, ചിലർ മലകളുടെ മൗനത്തിൽ. എന്നാൽ ഒരാൾ മാത്രമുണ്ട്, വടക്കിനെയും തെക്കിനെയും ഒരേ ജ്ഞാനദീപത്തിൽ ബന്ധിച്ച മഹർഷി. അഹങ്കാരത്തെ തലകുനിപ്പിച്ച തപസ്സിന്റെ ജ്വാല, സമുദ്രത്തെ പോലും കൈക്കുള്ളിൽ അടക്കിയ അത്ഭുത ശക്തി. അവൻ അഗസ്ത്യമുനി. സ്വാഗതം നിങ്ങളുടെ സ്വന്തം കഥാസരിത് സാഗരം ചാനലിലേക്ക്. ഇന്ന് നമുക്ക് കേൾക്കാം മലകളുടെ അഹങ്കാരത്തെ മുട്ടുമടക്കി സമുദ്രത്തെ കുടിച്ച് സംസ്കാരങ്ങളെ ചേർത്ത മഹാസിദ്ധനായ അഗസ്ത്യമുനിയുടെ അത്ഭുത ഗാഥ. അഗസ്ത്യൻ എന്നത് ഒരു മഹർഷി മാത്രം അല്ല, ഒരു യുഗമായിരുന്നു. അഗസ്ത്യമുനി ഒരു സാധാരണ ഋഷി അല്ലായിരുന്നു. വേദജ്ഞാനത്തിന്റെ ആഴങ്ങൾ അറിയുന്ന വേദവിദ്വാൻ, ആയുർവേദത്തിന്റെ ഔഷധ രഹസ്യങ്ങൾ കൈവശമാക്കിയ വൈദ്യൻ, സിദ്ധശാസ്ത്രത്തിന്റെ ആദി ഗുരു, ജ്യോതിഷത്തിന്റെ ഗ്രഹനാദം കേട്ട ദർശി. അദ്ദേഹത്തെക്കുറിച്ച് പറയുമ്പോൾ ഒരു മനുഷ്യൻ എന്ന് പറയാൻ കഴിയില്ല. അദ്ദേഹം ഒരു ജീവിച്ച ഗ്രന്ഥശാലയായിരുന്നു. വിന്ധ്യപർവ്വതത്തെ പോലും തലകുനിപ്പിച്ച അദ്ദേഹത്തിന്റെ കഥയിലേക്ക് നമുക്ക് കടക്കാം. കാലം ഒരിക്കൽ ഇങ്ങനെ തിരിഞ്ഞു. വിന്ധ്യപർവ്വതം ദിനം പ്രതി ഉയരാൻ തുടങ്ങി. അതിന്റെ അഹങ്കാരം അളവ് കടന്നു. സൂര്യന്റെ യാത്രപാത പോലും തടയുവാൻ ശ്രമിച്ചു. ദേവന്മാർ വിറച്ചു. ലോകം ഇരുളിൽ ആഴ്ത്തപ്പെടുമോ എന്ന് ഭയപ്പെട്ടു. അപ്പോൾ അവർ ഓർത്തത് ഒരേ ഒരു നാമം, അഗസ്ത്യൻ. മുനി ശാന്തമായി വിന്ധ്യന്റെ മുൻപിലെത്തി. അഗ്നി പോലെ കണ്ണുകൾ, ഗംഗ പോലെ മനസ്സ്, മൗനത്തിനുള്ളിൽ മിന്നൽ പോലെ ശക്തി. വിന്ധ്യൻ അവനെ കണ്ടു. അഹങ്കാരം പൊടിയായി. പർവ്വതം തലകുനിച്ചു. അഗസ്ത്യൻ പുഞ്ചിരിച്ചുകൊണ്ട് പറഞ്ഞു, ഞാൻ തിരികെ വരുന്നതുവരെ ഇങ്ങനെ താഴ്ന്നു നിൽക്കുക. മുനി ദക്ഷിണ ഭാരതത്തിലേക്ക് കടന്നു. തിരികെ വന്നില്ല. ഇന്നും വിന്ധ്യൻ തലകുനിച്ചു നിൽക്കുന്നു എന്ന് പുരാണം നമ്മൾക്ക് പറഞ്ഞു തരുന്നു. ശക്തി കൊണ്ടല്ല, വിനയം കൊണ്ടാണ് അഹങ്കാരം ജയിക്കപ്പെടുന്നത് എന്ന പാഠം കൂടി ഈ കഥയിലൂടെ അഗസ്ത്യൻ നമുക്ക് പറഞ്ഞു തരുന്നു. സമുദ്രം കുടിച്ച മഹാതപസ്വി കൂടിയാണ് അഗസ്ത്യമുനി. നമുക്ക് ആ കഥയിലേക്ക് കടക്കാം. ദേവാസുര യുദ്ധം കൊടുമ്പരി കൊണ്ടിരിക്കുന്ന സമയം അസുരന്മാർ തോൽക്കാൻ തുടങ്ങി. അവർ ഒളിച്ചത് സമുദ്രത്തിനടിയിൽ. ദേവന്മാർ വീണ്ടും അഗസ്ത്യനെ അഭയം തേടി. മുനി സമുദ്രതീരത്ത് നിന്നു. കണ്ണുകൾ അടച്ചു. ഒരു ദീർഘശ്വാസം എടുത്തു. അത്ഭുതം സംഭവിച്ചു. സമുദ്രജലം മുഴുവൻ വറ്റി. അസുരന്മാർ പുറത്തു വന്നു. ദേവന്മാർ ജയിച്ചു. പിന്നീട് അഗസ്ത്യർ വീണ്ടും സമുദ്രത്തിന് ജലം തിരികെ നൽകി. എത്ര പ്രശ്നമുണ്ടായാലും ശാന്തമായ ബുദ്ധിയിലൂടെ അതിന് പരിഹാരം കണ്ടെത്താം. അങ്ങനെയാണ് ദക്ഷിണേന്ത്യയുടെ കൂടി ജ്ഞാനദീപമായി അഗസ്ത്യൻ മാറിയത്. അഗസ്ത്യമുനി ദക്ഷിണേന്ത്യയിൽ എത്തിയപ്പോൾ തമിഴ് ഭാഷയ്ക്ക് പുതിയ പ്രകാശം ലഭിച്ചു. സിദ്ധ വൈദ്യശാസ്ത്രത്തിന് അടിത്തറ പാകപ്പെട്ടു. സംസ്കാരങ്ങൾ തമ്മിൽ ഒരു പാലം പണിതു. അദ്ദേഹത്തെ തമിഴ് സംസ്കാരം ഇന്നും ആദരവോടെ വിളിക്കുന്നു തമിഴിന്റെ ഗുരു. വടക്കിന്റെ വേദജ്ഞാനവും തെക്കിന്റെ ഭാവസംസ്കാരവും ഒരേ കയ്യിൽ ചേർത്ത മഹർഷി. അഗസ്ത്യമുനിയെ കുറിച്ച് പറയുമ്പോൾ ലോപാമുദ്രയെ കുറിച്ച് കൂടി നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. ലോപാമുദ്രയുടെ കഥ മറ്റൊരു വീഡിയോയിൽ ഞാൻ ചെയ്തിട്ടുണ്ട്. കൂടുതൽ അറിവുകൾ ലഭിക്കുന്നതിന് ആ വീഡിയോ കാണാവുന്നതാണ്. എന്നാലും അഗസ്ത്യനെ കുറിച്ച് പറയുമ്പോൾ അദ്ദേഹത്തിന്റെ ധർമ്മപത്നിയായിട്ടുള്ള ലോപാമുദ്രയെയും ഇവിടെ പ്രതിപാദിക്കേണ്ടിയിരിക്കുന്നു. ലോപാമുദ്ര ജ്ഞാനത്തിന്റെ സഹയാത്രികയായിരുന്നു. അഗസ്ത്യന്റെ ജീവിതത്തിൽ മഹത്തരമായ പങ്ക് വഹിച്ചവൾ ഭാര്യ ലോപാമുദ്ര. വിദ്വത്തിലും ധർമ്മത്തിലും സമതുല്യമായ മഹത്വമുള്ള സ്ത്രീ. അവരുടെ ദാമ്പത്യം നമ്മെ പഠിപ്പിക്കുന്നത് ജ്ഞാനിയുടെ ശക്തി തപസ്സിൽ മാത്രമല്ല, സഹധർമ്മിണിയുടെ പുണ്യത്തിലും ഉണ്ട് എന്നുള്ളതാണ്. അഗസ്ത്യനെ ഒറ്റ വാക്കിൽ പറഞ്ഞാൽ മനുഷ്യരുടെ അഹങ്കാരം താഴ്ത്തുന്ന ആത്മബലമുള്ളയാൾ, പ്രകൃതി ശക്തികളെ മനസ്സിലാക്കിയ ജ്ഞാനശക്തി, സംസ്കാരങ്ങളെ ഒന്നിപ്പിച്ച ദിവ്യബോധം. അദ്ദേഹം ഒരു വ്യക്തിയല്ല, ഒരു യുഗമാണ്, ഒരു ദർശനമാണ്, ഒരു ശാശ്വത ജ്ഞാനമാണ്. ഇന്നും അഗസ്ത്യമലയിൽ ചിലർ പറയുന്നു മൗനത്തിനിടയിൽ മന്ത്രനാദം കേൾക്കാമെന്ന്, കാറ്റിൽ ഒരു സാന്നിധ്യം അനുഭവിക്കാമെന്ന്. അത് വിശ്വാസമാകാം, അല്ലെങ്കിൽ സത്യമായിരിക്കാം. കാരണം മഹാന്മാർ ശരീരം വിടുമ്പോഴും അവരുടെ ജ്ഞാനം ഭൂമിയിൽ തുടരുന്നു. ഈ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്ത് മറ്റുള്ളവർക്കും ഈ അറിവ് നൽകുക. കഥാസരിത് സാഗരം എന്ന നമ്മുടെ ചാനലിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. നോട്ടിഫിക്കേഷൻ ബെൽ ബട്ടൺ ഓൾ എന്ന് എനേബിൾ ചെയ്യുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ കമന്റായിട്ട് അറിയിക്കുക. അടുത്ത വീഡിയോയിൽ മറ്റൊരു പുരാണ കഥയുമായി നമുക്ക് വീണ്ടും കാണാം. ഓം അഗസ്ത്യായേ നമഃ. ഏവർക്കും എൻ്റെ ഹൃദയം നിറഞ്ഞ നന്ദി. നമസ്കാരം. ശുഭദിനം.